അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നോക്ക് നിങ്ങൾ എത്രത്തോളം ആകുന്നുള്ളത്. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോരമ അതല്ലേ ആഗ്രഹിക്കുന്നത്, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നടക്കട്ടെ, നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക്. അലിമണ്ണിലുമായി ബന്ധപ്പെട്ടും അത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് CM ഈ രീതിയിലുള്ള പരിഗണന ശസ്ത്രം കർത്ത മകളുടെ രൂപത്തിൽ കൊടുത്തതെന്നാണ്. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? അല്ല, അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ മോഹിച്ച് നിൽക്ക്. അങ്ങേരെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത്. അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുമോ? നിങ്ങൾക്ക് ബോധ്യമാവുമെന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്, അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. പക്ഷെ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRL ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷാരോപണം ഇതിന് സപ്പോർട്ടായിട്ട് ഉയരുകയാണ്. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നും ഇല്ലാന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതും ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത്? ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ, അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു, നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ? എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്.